കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. മഴ ശക്തമായതോടെ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ തുളിച്ചേരി തോട്ടിൽ ഓവുചാലിലൂടെ മലിനജലത്തോടൊപ്പം വൻതോതിൽ കക്കൂസ് മാലിന്യവും ഒഴുക്കിവിടുന്നു. അപ്രതീക്ഷിതമായി മഴ നിന്നത് കാരണം ജനവാസ മേഖലയിലൂടെ ഒഴുകുന്ന തോട്ടിൽ മനുഷ്യവിസർജ്യം കുന്നുകൂടിയതോടെ പ്രദേശമാകെ കടുത്ത ദുർഗന്ധം വമിക്കുകയാണ്. മാലിന്യം പരന്നൊഴുകുന്ന വിവരമറിഞ്ഞ് BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ പ്രദേശം സന്ദർശിച്ചു. തോടിന്റെ ദയനീയമായ അവസ്ഥ നേരിൽ കണ്ട അദ്ദേഹം അടിയന്തര നടപടി എന്ന നിലയിൽ പ്രദേശത്ത് ബ്ലീച്ചിംഗ് പൗഡർ വിതറാൻ നിർദ്ദേശം നൽകി. തുളിച്ചേരി തോട്ടിലെ കക്കൂസ് മാലിന്യ നിക്ഷേപത്തിനെതിരെ നാട്ടുകാർ നിരന്തരം പരാതിപ്പെട്ടിട്ടും കണ്ണൂർ കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും അധികൃതരും പുലർത്തുന്ന നിസ്സംഗത തികച്ചും പ്രതിഷേധാർഹമാണെന്ന് KK വിനോദ് കുമാർ പറഞ്ഞു. ജനങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും യാതൊരു വിലയും കൽപ്പിക്കാത്ത കോർപ്പറേഷൻ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ ഗുരുതരമായ സാഹചര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ, ജില്ലാ കളക്ടർ എന്നിവർക്ക് BJP നേതൃത്വത്തിൽ പരാതി നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ മഞ്ഞപ്പിത്തവും മറ്റ് മഴക്കാല രോഗങ്ങളും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഈ മലിനീകരണം വൻ പൊതുജനാരോഗ്യ ഭീഷണിയാണ് ഉയർത്തുന്നത്. പ്രദേശത്തെ കിണറുകളിലെയും മറ്റു കുടിവെള്ള സ്രോതസ്സുകളിലെയും വെള്ളത്തിൽ മാരകമായ ബാക്ടീരിയകൾ കലരാൻ ഇത് ഇടയാക്കുമെന്നും നാട്ടുകാർ ആശങ്കപ്പെടുന്നു. തുളിച്ചേരി തോട്ടിൽ നിന്നുള്ള മലിനജലം കക്കാട് പുഴയിലേക്ക് ഒഴുകിയെത്തുന്നത് പുഴയുടെ ജൈവ വ്യവസ്ഥയെയും സ്വാഭാവികതയെയും പൂർണ്ണമായും തകർക്കുന്ന അതിഗുരുതരമായ പരിസ്ഥിതി പ്രശ്നമാണ്. ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നത് വെറുമൊരു നഗരസഭാ ചട്ടലംഘനമല്ല, മറിച്ച് ജലമലിനീകരണ നിയന്ത്രണ നിയമപ്രകാരം തോട്ടിലോ പുഴയിലോ കക്കൂസ് മാലിന്യമോ വിഷലിപ്തമായ മറ്റ് പദാർത്ഥങ്ങളോ നേരിട്ടോ അല്ലാതെയോ ഒഴുക്കിവിടുന്നത് കടുത്ത കുറ്റകൃത്യമാണ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.